ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ജേർണലിംഗ് ചെയ്യണ പാറ്റേൺ പേപ്പേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഇപ്പം ഞാൻ വിൻറ്റേജ് ജേർണലിംഗ് ചെയ്യാൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ബ്രൗൺ കളർ, വിൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ ആണല്ലോ. അപ്പോൾ ഞാൻ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ എടുത്തിട്ട് ഇങ്ങനെ ഫസ്റ്റത്തെ പാറ്റേൺ പേപ്പറാണിത്. വെറുതെ എങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ നമ്മുടെ ഫസ്റ്റത്തെ ഒരു പാറ്റേൺ പേപ്പർ റെഡിയായി. ഇതേപോലത്തെ 2 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ലൈൻ വരച്ചു കൊടുക്കുക. അതേപോലെ ഓപ്പോസിറ്റും ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കള്ളി പോലത്തെ വേറെ സെക്കൻഡ് പാറ്റേൺ പേപ്പർ റെഡിയാവും. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാറ്റേൺ പേപ്പർ. തേർഡ് പാറ്റേൺ പേപ്പർ എന്ന് വെച്ചാൽ വെറുതെ കലക്കുല വരയ്ക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് ഇങ്ങനെ ക്രോസസ് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ തേർഡ് പാറ്റേൺ പേപ്പർ. ഫോർത്ത് പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞാൽ വെറുതെ ഹാർട്ട്സ് വരച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ സിമ്പിൾ പാറ്റേൺ പേപ്പേഴ്സ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫോർത്ത് പാറ്റേൺ പേപ്പർ. അങ്ങനെ നമ്മൾ കുറച്ചധികം പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്ന പാറ്റേൺ പേപ്പേഴ്സാണ്. ഇതാണ് നമ്മുടെ ഫോർത്ത് പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫിഫ്ത്ത് പാറ്റേൺ പേപ്പർ വെറുതെ ഒന്ന് സ്ക്വയർ വരച്ചു കൊടുക്കാം. ഇഷ്ടമുള്ളിടത്തൊക്കെ ഇങ്ങനെ തല തിരിച്ചും സ്ക്വയർ ഒക്കെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇങ്ങനെ ഫുള്ളായിട്ട് ഈ പേപ്പറിലൊന്ന് ഇത് ചെയ്തിട്ട് വരാം. സ്ക്വയർ അല്ല, ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത്. സിക്സ്ത് പാറ്റേൺ പേപ്പർ ഇങ്ങനെ സ്ക്വയർ വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ആറാമത്തെ പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത് ഇങ്ങനെ സർക്കിൾ പോലെ ഇങ്ങനെ വെറുതെ ഒന്നിടുന്നതാണ് നമ്മുടെ സെവൻത്ത് പാറ്റേൺ പേപ്പർ. മീനിൻ്റെ ആ ഷെല്ലൊക്കെ പുറന്തോട് നമ്മൾ ചെത്തിക്കളയില്ലേ, ആ ഒരു സാധനം പോലെയൊക്കെ ഇരിക്കും. ഇതിങ്ങനെ ഫുള്ള് വരച്ച് വരുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മുടെ സെവൻത്ത് പാറ്റേൺ പേപ്പറും റെഡി ആയിട്ടുണ്ട്. എട്ടാമത്തെ പാറ്റേൺ പേപ്പർ എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ക്രോസ് ഇട്ട് കൊടുത്താൽ മതി. ക്രോസ് അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ കുരിശ്. ഇതാണ് നമ്മുടെ എയ്ത്ത് പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതിൽ എത്രാമത്തെ പാറ്റേൺ പേപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ.